മാർ ബേസിൽ സ്കൂളുകൾക്കാണ് വിലക്ക്. ദേശീയ താരങ്ങൾക്കുൾപ്പെടെ അവസരം നഷ്ടപ്പെടുത്തുന്നതിനാൽ തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യം കായിക രംഗത്ത് നടക്കം ശക്തമാണ്. സ്കൂൾ കലോത്സവത്തിൽ പരസ്യ പ്രതിഷേധം ഉണ്ടാകാതിരിക്കാനാണ് നടപടി എടുത്തതെന്നാണ് വിലയിരുത്തൽ. സർക്കാരുമായി ആലോചിച്ച് പ്രശ്ന പരിഹാരമുണ്ടാക്കുമെന്ന് മാർ ബേസിൽ സ്കൂൾ അധികൃതർ പ്രതികരിച്ചു. അല്ല, അങ്ങനെ ഒരു പ്രതികരണം ഞാൻ പറഞ്ഞില്ല. കുട്ടികൾക്ക് ഉണ്ടാകുന്ന അന്നേരം അവർക്ക് സമ്മാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് സ്റ്റേജിലേക്ക് ചെന്നപ്പോഴാണ് ഇന്ത്യ എന്നൊരു പ്രതികരണം കിട്ടുന്നത്. അപ്പോൾ അവർക്കുണ്ടായ ഈ സ്കൂള് മാത്രമല്ല, മറ്റു സ്കൂളും ഉണ്ടായിരുന്നല്ലോ, അവരാണ് ആദ്യം തുടങ്ങി വെച്ചതെന്ന് അവർ. അവരുടെ കൂടെ നമ്മുടെ കുട്ടികളും പ്രതിഷേധം പ്രകടിപ്പിച്ചു. അതാണ് സംഭവിച്ചത്. പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സർക്കാർ അങ്ങനെ തീരുമാനം എടുത്തപ്പോൾ അവരായിട്ട് ആലോചിച്ച് സംസാരിക്കാന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല, സ്പോർട്സ് നിർത്താനും ഉദ്ദേശിച്ചിട്ടില്ല, തുടർന്ന് തന്നെ പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് സർക്കാരുമായിട്ട് സംസാരിച്ച് തീരുമാനം ഉണ്ടാക്കാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സർക്കാർ ഇങ്ങനെ തീരുമാനം എടുത്തപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെന്നാ അതിന് അഭിപ്രായം പറയണം? ഞങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായം പറയാൻ പറ്റുമോ? പാടില്ല എന്നോ പാടുണ്ടെന്നോ പറയാൻ പറ്റുമോ? സർക്കാരിന്റെ തീരുമാനം എടുത്തേക്കണേ. എന്നെ ഇതുവരെ ഇല്ല, ഞാൻ വിളിച്ചിട്ടില്ല, എന്നെ വിളിച്ചിട്ടില്ല. അനുകൂല തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ഇത് ഇപ്പോൾ ഒരു വലിയ വിവാദമായിട്ടുണ്ട്. കാരണം ദേശീയ കായിക താരങ്ങൾ അടക്കം ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെട്ട സ്കൂളുകളാണ് ഇത്. അത് വളരെ പ്രധാനമാണ്. അവരെ വിലക്കുക എന്ന് പറയുമ്പോൾ അന്നുണ്ടാക്കിയ നടപടിയിൽ അവർ ക്ഷമയടക്കം പറഞ്ഞ പശ്ചാത്തലമൊക്കെ നമ്മളിനോട് ചേർത്ത് വെക്കണം. പക്ഷേ ഇത് ന്യായീകരിക്കാനാവില്ല എന്ന അഭിപ്രായം മറ്റു തലത്തിലുണ്ട്. ഇപ്പോൾ എന്താണ് ഇവരുടെ തീരുമാനം? നിയമപരമായ നടപടികൾക്കാണോ പോവുക, അതോ മറ്റെന്തെങ്കിലും തീരുമാനത്തിലേക്ക് ഇവർ പോകുന്നുണ്ടോ? കായികമേളകളുടെ സമാപന ചടങ്ങിൽ, കഴിഞ്ഞ കായികമേളയുടെ സമാപന ചടങ്ങിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. സ്കൂളുകൾ, പ്രത്യേകിച്ചും ഈ സ്പോർട്സ് സ്കൂളുകൾ വലിയ ആവേശത്തോടു കൂടിയും വാശിയോടു കൂടിയുമാണ് കായികമേളകളിൽ പങ്കെടുക്കുന്നത്. പലപ്പോഴും അതിന്റെ അവസാനം പോയിന്റ് 0.5 പോയിന്റും അതുപോലെ 1 പോയിന്റും ഒക്കെ വ്യത്യാസത്തിൽ സ്കൂളുകളുടെ ചാമ്പ്യൻ പട്ടം മാറിപ്പോകുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ ഈ അവസാന നിമിഷം സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് രണ്ട് സ്കൂളുകൾ ഈ വിധിനിർണയത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. അതാണ് പിന്നീട് സംഘർഷത്തിലേക്കും പോലീസ് നടപടിയിലേക്ക് വരെ പോയ കാര്യങ്ങളിലേക്ക് നീങ്ങിയത്. വലിയ പ്രതിഷേധം അന്ന് തന്നെ ഉയർന്നിരുന്നു, പോലീസ് നടപടിയിലും മറ്റും. പക്ഷേ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അന്ന് തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഇങ്ങനെ സ്കൂളുകൾ കുട്ടികളെ മുന്നിൽ നിർത്തി ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയാണ് ഓരോ സ്കൂളും കായികമേളയിൽ പങ്കെടുക്കാനും വരുന്നത്. സ്വാഭാവികമായും അതിന്റെ ഒന്നാം സ്ഥാനം ലഭിക്കുക അല്ലെങ്കിൽ അതിന്റെ ചാമ്പ്യന്മാരാകുക എന്നത് സ്കൂളുകൾക്ക് വലിയ അഭിമാന പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് ഒത്തിരിയധികം വാശി, ഒരുപക്ഷെ ഒട്ടും ആശാസ്യമില്ലാത്ത വാശിയും തെറ്റായ പ്രവർത്തകരും കായിക രംഗത്തുണ്ട് എന്ന് കഴിഞ്ഞ കുറെ നാളുകൾ വിലയിരുത്തപ്പെടുന്നു. അതിന്റെ പരിണിത ഫലമായിരുന്നു ഈ കായികമേള അവസാന ദിവസം ഉണ്ടായ സംഘർഷം. ഏതായാലും അതിന് ശക്തമായ നടപടി ഉണ്ടാക്കുമെന്ന് അന്ന് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരുന്നു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ രണ്ട് സ്കൂളുകളെ 1 വർഷത്തേക്ക് കായികമേളയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. പക്ഷേ അവർക്ക് അപ്പീൽ നൽകാൻ ഇപ്പോഴും അവസരമുണ്ട് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ്. ശ്രീമതി പത്മിനി തോമസ്, സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റാണ് ടെലിഫോൺ ലൈനിലൂടെ. ശ്രീമതി പത്മിനി തോമസ്, ഇതിപ്പോൾ ഒരുപക്ഷെ കലാമേളത്തിൽ ആദ്യമായിട്ടാകാം ഇങ്ങനെ നടപടി ഉണ്ടാകുന്നത്. അതിനെ ന്യായീകരിക്കാവുന്നതാണോ? ഒപ്പം ഈ സ്കൂളുകൾക്ക് പങ്കെടുക്കാൻ അനുവദിക്കാത്തതിലൂടെ കുറെ കുട്ടികൾക്ക് അവർക്ക് കായികമേളയിൽ പങ്കെടുക്കാനുള്ള അവസരം കൂടി നിഷേധിക്കപ്പെടുകയാണ്. കണിശമായിട്ട് ഇത് ന്യായീകരിക്കപ്പെടാത്തത് തന്നെയാണ് കാര്യം. ഒരു കാരണവശാലും ഈ നടപടി ശരിയായ നടപടിയല്ല. കാര്യം അതിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. കാര്യം നേരത്തെ തന്നെ ഈ സ്പോർട്സ് സ്കൂളുകളും വേറെ, ജനറൽ സ്കൂളുകൾ വേറെ എന്നുള്ള ഒരു കാര്യമാണ് നടന്നു വന്നുകൊണ്ടിരുന്നത്. സ്പോർട്സ് സ്കൂളിനെ റണ്ണപ്പായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ട്രോഫി കൊടുക്കുന്ന സമയത്ത് സ്പോർട്സ് സ്കൂളിന് അവര് 1ാം സ്ഥാനം കൊടുത്തത് ഒട്ടും ശരിയായ നടപടിയില്ല. നമുക്കറിയാമല്ലോ, ഓരോ സ്കൂളുകളിലും കുഞ്ഞുങ്ങളെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് പ്രാക്ടീസ് ചെയ്ത് 1 വർഷം നീണ്ടു നിൽക്കുന്നത്. ഇതിന് ശേഷം അവർ സ്റ്റേറ്റ് സ്കൂൾ വരുന്നത്. നമുക്ക് ഈ സ്റ്റേറ്റ് സ്കൂൾ മത്സരങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒളിമ്പിക്സ് മാതിരി തന്നെയാണ്. അങ്ങനെ വന്ന് ആ ലാസ്റ്റ് നിമിഷം ട്രോഫി മേടിക്കാൻ റെഡിയായി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ അവർക്കല്ലാന്ന് പറയുമ്പോൾ അവരുടെ ഒരു മാനസികമായ വിഷമം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെ ഈ വകുപ്പ് എടുത്തിരിക്കുന്ന ഈ നടപടി ഒട്ടും ശരിയായതല്ല. അല്ലാതെ പുനർപരിശോധിച്ച് അതിനെ പിള്ളേർക്ക് വീണ്ടും അടുത്ത എല്ലാ വർഷങ്ങളിലും തുടരെ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. കാര്യം അവർക്കൊക്കെ ദേശീയ ചാമ്പ്യൻഷിപ്പിനും അതുപോലെ തന്നെ സ്കൂൾ ലോകകപ്പിനും ഒക്കെ പോകേണ്ടതാണ്. അവർക്ക് ഒരുപാട് ഫ്യൂച്ചറുള്ള കുഞ്ഞുങ്ങളാണ്. അവരുടെ ഫ്യൂച്ചറുകളെ ഒരു കാരണവശാലും നമ്മൾ നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല. നമുക്കറിയാമല്ലോ, ഇന്ന് കേരളത്തിൽ നടക്കുന്ന എന്തെല്ലാം അതിക്രമങ്ങളുണ്ട്. നമുക്കറിയാം, രാഷ്ട്രീയ തലത്തിലായാലും അല്ലാതെ ആയാലും ഒക്കെ നടക്കുന്ന അതിക്രമങ്ങളുണ്ട്. അതിനൊന്നും ഞാനിങ്ങനെ
ബാൻ ചെയ്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല, കേട്ടിട്ടേ ഇല്ല. സ്കൂൾ ഇതൊരു ആദ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ ഒരു ദൃശ്യമാധ്യമങ്ങളിൽ കൂടെയും നെറ്റിക്കൂടിയും ഒക്കെ ഇത് പറയണമായിരുന്നു ഇങ്ങനെയാണ് ചെയ്യാൻ പോണം എന്നുള്ളത്. ഇതൊന്നും ചെയ്യാതെ പെട്ടെന്ന് ഒരു നിമിഷത്തില് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് സ്പോർട്സ് സ്കൂളിന് പ്രൈസ് കൊടുത്തത് ഒട്ടും ശരിയല്ല. കാര്യം കൊടുത്തതിനെയല്ല ഞാൻ ന്യായീകരിക്കുന്നത്. പക്ഷെ വെൽ ഇൻ അഡ്വാൻസ് എല്ലാരെയും അത് പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. അവിടെ വേറെ ഒന്നും നടന്നില്ലല്ലോ. ഈ കലോത്സവത്തിന്റെ ഈ കലാമേളയുടെ രീതിക്ക് ഈ സ്പോർട്സ് സ്കൂളുകളെ ഉൾപ്പെടുത്തരുത് എന്ന രീതി ഉണ്ടായിരുന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ പ്രതിഷേധിച്ച സ്കൂളുകൾ 1-2 സ്ഥാനത്ത് 2-3 സ്ഥാനത്ത് ഉണ്ടായിരുന്ന സ്കൂളുകളാണ്. ഇപ്പോഴും വെബ്സൈറ്റിലൊക്കെ അവരുടെ പേരുകളാണ്. നമുക്കറിയാം അത്തരത്തിൽ ഒരുപാട് ഇവർക്ക് ആശാസ്യകരമല്ലാത്ത, ഇവർക്ക് ബോധ്യപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചതിന്റെ പുറത്താണല്ലോ പ്രതിഷേധം ഉണ്ടായത്. അല്ലല്ല, അത് നമുക്ക് എന്ത് പ്രതിഷേധമായാലും പ്രതിഷേധിച്ചതല്ലേ ഉള്ളൂ. നമുക്ക് ജനകീയ ഭരണം നടക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. നമുക്ക് പ്രതികരിക്കാനായിട്ടും പ്രതിഷേധിക്കാനും ഒക്കെ അവസരങ്ങളില്ലേ. സെക്രട്ടേറിയറ്റിന്റെ നടയില് എന്തുമാത്രം ആൾക്കാർ വന്ന് കല്ലെറിയുന്നു, ബഹളം ഉണ്ടാക്കുന്നു, കോലം കത്തിക്കുന്നു. ഇവരെയൊക്കെ ബാൻ ചെയ്തിട്ടുണ്ടോ രാഷ്ട്രീയക്കാരെ? ഒന്നുമില്ലല്ലോ. അപ്പൊ ഈ കൊച്ചു കായിക താരം പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന ഈ കായിക താരങ്ങളെ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു നടപടി എടുത്തത് എന്റെ ഇതില് ശരിയല്ല. അവർക്ക് അത് എത്രയും പെട്ടെന്ന് പുനഃപരിശോധിച്ച് അതിനെ നമുക്കറിയാമല്ലോ, ഇതിനകത്തൊക്കെ കേരളത്തിൽ നിന്ന് ഒരുപാട് മെഡലുകൾ കൊണ്ടുവന്ന കായിക താരങ്ങളാണ് അതിനകത്തൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റുകളും അവർക്കെതിരെയുള്ള ആ നടപടി മാറ്റി അവർക്ക് പാർട്ടിസിപ്പേഷനൊക്കെ ചെയ്യാനായിട്ട് അടുത്ത വർഷമൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് സാഹചര്യം. ഏതായാലും സ്പോർട്സ് കൗൺസിലിന്റെ മുൻ പ്രസിഡന്റാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഇത് നടപടി ന്യായീകരിക്കാനാവുന്നതല്ല എന്ന് പറയുന്നു. അപ്പോഴും ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അന്തിമമായ ഒരു തീരുമാനം കൂടി ഉണ്ടാകേണ്ടതുണ്ട്. പരസ്യ പ്രതിഷേധം ഈ കലാമേളയിൽ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകൂർ നടപടിയായി ഇതിനെ കാണാം എങ്കിൽ പോലും ഇതിന് കായിക താരങ്ങളായ കുട്ടികൾ, ദേശീയ സംസ്ഥാന താരങ്ങൾ നിരവധിയുള്ള രണ്ട് സ്കൂളുകളാണ്. മാർബേസിലൊക്കെ നമുക്കറിയാം തുടർച്ചയായി ഈ കായിക മത്സരങ്ങളിൽ വലിയ മേന്മ പുലർത്തുന്ന സ്കൂളുകൾ തന്നെയാണ്. ആ കുട്ടികൾക്ക് അവസരം നിഷേധിക്കുക എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യം തന്നെയാണ്, സംശയമില്ല. അക്കാര്യത്തിൽ നമുക്ക് വി അരുണിലേക്ക് കൂടി ഒന്നുകൂടി പോകണം. അരുണ്, ഇനി അറിയേണ്ടത്, ഇതിപ്പോൾ മനസ്സിലാക്കേണ്ട സ്പോർട്സ് കൗൺസിലിന്റെ ഒരു നിർദ്ദേശമാണ്. അത് അവർ നൽകിയ ഈ അന്വേഷണത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ നൽകിയ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അടക്കം ഒരു നിർദ്ദേശമാണ്. അത് അംഗീകരിക്കേണ്ടതുണ്ട്. അതിലൊരു മാറ്റം വരാനുള്ള സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഈ ക്ഷമയൊക്കെ പറഞ്ഞ പശ്ചാത്തലത്തിൽ ഇനി ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവില്ല എന്നവർ പറഞ്ഞ പശ്ചാത്തലത്തിലൊക്കെ ഒരുപക്ഷെ സർക്കാരിന്, വിദ്യാഭ്യാസ വകുപ്പിന് ഒരു പുനർവിചിന്തനം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടോ? രാജ്യത്ത് അപ്പീൽ നൽകാൻ സ്കൂളിന് അവസരമുണ്ട് എന്നാണ് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ടർ ജനറലും വ്യക്തമാക്കിയത്. സ്വാഭാവികമായും അപ്പീൽ നൽകുമ്പോൾ ഒരു പക്ഷേ ഇളവ് നൽകിയേക്കാം. ഇത്തരം നടപടിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് പോകാൻ കാരണം കാലങ്ങളായി കായികമേളകളുടെ സമാപന ദിവസം ഇത് തന്നെയാണ് അന്തരീക്ഷം. പലപ്പോഴും ചെറിയ പോയിന്റുകൾ വ്യത്യാസത്തിൽ അന്നൊക്കെ പറയും സ്പോർട്സ് മാൻസ്പിരിറ്റോടെ സ്കൂളുകൾ ആ വിഷയങ്ങൾ എടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു പോയിന്റ് ഇത് കിട്ടിയില്ല, അല്ലെങ്കിൽ വിജയിയായി പ്രഖ്യാപിച്ചത് മാറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധം. അത് ഒരുപക്ഷെ പത്നി തോമസ് ഒക്കെ പറഞ്ഞതുപോലെ പുതിയ താരങ്ങൾ തന്നെയാണ്. താരങ്ങൾ പക്ഷേ അത്തരത്തിലുള്ള താരങ്ങൾ പാലിക്കേണ്ട അച്ചടക്കമൊക്കെ പലപ്പോഴും അതുകൂടി പഠിപ്പിച്ചാണ് അവരെ മേഖലകളിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ അങ്ങനെയല്ല ഈ കായികമേളയുടെ സമാപന ദിവസം ഉണ്ടായത്. അതുകൊണ്ടാണ് അതൊരു മുന്നറിയിപ്പ് രീതിയിലാണ് പഞ്ചായത്തിൽ നടപടി സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കാൻ. സംസ്ഥാന സ്കൂൾ കലോത്സവം ഇപ്പോൾ നാളെ ആരംഭിക്കുകയാണ്. അവിടെയും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായേക്കാവുന്ന സർക്കാരിന് ആശങ്കയുണ്ട്. കാരണം അപ്പീലുമായി ബന്ധപ്പെട്ട് ഇതുവരെ കണ്ട തരത്തിലുള്ള പ്രവണതകൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തലസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് അപ്പീൽ അനുവദിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നു, അല്ലെങ്കിൽ തങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അപ്പീൽ ലഭിക്കുന്നില്ല പരാതിയുമായി സ്കൂളുകൾ വിദ്യാർത്ഥികളെ രംഗത്തിറക്കി, കുട്ടികളെ സമരരംഗത്തേക്ക് ഇറക്കി, DDO ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ഡെപ്യൂട്ടി ഡയറക്ടർ ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ ഈ ആഴ്ചകളിൽ ഉണ്ടായിട്ടുണ്ട്. കലോത്സവത്തിനും കായികമേലുണ്ടായ സമാന സംഭവം ഉണ്ടാകുമെന്ന ആശങ്ക വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കടുത്ത നടപടിയിലേക്ക് പോയതെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അത്തരം നടപടി ആരെങ്കിലും സ്വീകരിച്ചാൽ പോയിന്റും ഗ്രേഡും ഒക്കെ കുറഞ്ഞതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ സമരരംഗത്ത് ഇറക്കുന്നത് വിദ്യാർത്ഥികളെ കുറ്റമായല്ല അത് സർക്കാർ കാണുന്നതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്രങ്ങൾ പറയുന്നത്. ഈ മാനേജ്മെന്റുകളും രക്ഷാകർത്താക്കളാണ് ഇത്രയധികം വാശി പിടിച്ച് കുട്ടികളെ ഇങ്ങനെ സമരരംഗത്തേക്ക് ഇറക്കുന്നത്. അത് അനുവദിക്കാനാകില്ല. മാർക്കിന്റെ പേരിലും അതുപോലെ ഗ്രേഡുകളുടെ പേരിലും അങ്ങനെ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് സ്കൂളുകൾ നേട്ടം കൊയ്യാൻ ആ സമീപനം അനുവദിക്കുന്ന നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പിനുള്ളത്. ഈ രണ്ട് സ്കൂളുകളുടെ കാര്യത്തിൽ തിരുവമായ നാമമുകുന്ദ HSന് അതുപോലെ തന്നെ മാർബേസിന്റെയും കാര്യത്തിൽ ഒരു പുനർവിചനം ഉണ്ടായേക്കാം. അത് അപ്പീൽ നൽകി അതിനുശേഷം കർശനമായ താക്കീതോ ആ രൂപത്തിലേക്ക് മാറ്റാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പ്രത്യേകിച്ചും കായിക മേഖലയിൽ നിന്ന് ഇത്രയധികം പ്രതിഷേധം ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരുപക്ഷെ ബഹളമുണ്ടാക്കിയതും ഈ സംഘത്തിലേക്ക് വളരെ കുറച്ചു വിഭാഗം കുട്ടികളാകാം. പക്ഷേ
പത്നി തോമസും മറ്റ് കായിക രംഗത്തെ ആളുകളൊക്കെ സൂചിപ്പിക്കുന്ന പോലെ ദേശീയ ചാമ്പ്യന്മാരടക്കമുള്ള നിരവധി കുട്ടികൾ അവസരം കാത്തിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർക്ക് നടന്ന കായികമേളയിൽ പങ്കെടുക്കാനായില്ലെങ്കിൽ ദേശീയ കായികമേളയിൽ പങ്കെടുക്കാനാകാത്ത അവിടെ അവസരം നിഷേധിക്കപ്പെടും. തുടർന്ന് അവരുടെ ഈ കായിക ജീവിതത്തിന് തന്നെ ഒരു തടസ്സമുണ്ടാകുന്ന കാര്യങ്ങൾ പോകും. അതാണ് അതിലൊരു പ്രധാനപ്പെട്ട ആശങ്ക. പക്ഷെ അപ്പോഴും ഈ സ്കൂളുകളുടെ ഒട്ടും ആശാസ്യമില്ലാത്ത മത്സരവും ഈ വാശിയുമാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നടപടിയെടുത്ത് പോകുന്നത് വേണം അവരുടെ വിശദീകരണത്തിൽ മനസ്സിലാക്കാൻ. ഈ സ്കൂളിന്റെ കാര്യത്തിൽ പക്ഷേ ഒരു പുനർവിചിന്തനം ഉണ്ടായേക്കും. ശരി, അതാണ് സാഹചര്യം. നമുക്കത് ഇനിയും സർക്കാർ തലത്തിൽ തന്നെയാണ് തീരുമാനം വരേണ്ടത്. സ്കൂളുകൾ ഏതായാലും നിരാശകരമായ തീരുമാനം അവർക്കുണ്ടാകുന്നു. കുട്ടികൾക്ക് കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാനാകില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായ ഒരു കാര്യമാണ്.